വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകലിൽ സന്നിധിയിലായിരിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹീതരായിരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാർ, വിശേഷാൽ അഡോണായി ഫെലോഷിപ്പിൻ്റെ നേതൃത്വം വഹിക്കപ്പെടുന്ന കർത്താവിൻ്റെ വിശുദ്ധൻ എബിപാസ്റ്ററെ, അതുപോലെ ആമേൻ ക്രിസ്തുവിൽ അനുഗ്രഹീതരായിരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാർ പ്രത്യുഷ് പാസ്റ്ററെ, സാം പാസ്റ്ററെ, വിവാൻഡ് പാസ്റ്ററെ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പുകളെ ആത്മാവെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനൊക്കെ ആയ കുഞ്ഞ് ബിജിൻ, അമേൻ, അതുപോലെ തന്നെ മറ്റ് എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾ, സന്നിധിയിലായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവർക്കും ക്രിസ്തുവിലുള്ള പ്രത്യേകമുള്ള വന്ദനത്തെ ചൊല്ലുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും മീഡിയയിലൂടെ ഞങ്ങൾ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്ര പേര് സന്തോഷമാണ്? പോരല്ലോ, സന്തോഷമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ആരംഭ സമയം തൊട്ട് തന്നെ ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഒരാത്മനിയോഗത്തിനകത്തേക്ക് നമ്മൾ കയറുവാൻ തുടങ്ങിയാൽ പിന്നെ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ ചലനങ്ങൾ ഇതിനകത്ത് നടക്കും. നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാ അതിനകത്ത് നമ്മുടെ മേലുള്ള വില വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടയട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവരെല്ലാവരും ഒരു നിമിഷം അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച് ഷതാന റബകതന റബകതന റബകശന്തന റബകസിയാന്തേരബ റബികത്തുന വാകളെ തുറന്ന് അന്യഭാഷയെ പ്രാർത്ഥിച്ച് നമ്മളിവിടെ ചുമ്മാതെ കാണാൻ വന്നവരല്ല. ഇവിടെ നോക്കിയിരിക്കുന്ന ആളുകളൊക്കെ എത്ര പേരുണ്ടെന്ന് അറിയാൻ വന്നവരല്ല. കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവുമായി കണക്ട് ചെയ്ത് കർത്താവിന്റെ അഭിഷക്തൻ സംഭാഷണയ്ക്ക് മുമ്പ് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്. അപ്പന്റെ ഹൃദയത്തെ തൊടുത്തവണ്ണമുള്ളൊരു പ്രാർത്ഥന, അപ്പന്റെ ഹൃദയത്തെ തൊടുത്തവണ്ണമുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ശബകതന റബകതന 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 റബകശതന റബലമതന റമഗതന വനബദന ജുഡംബദനം ബലം ധനം 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 ദീപബമ നബദനബ റബകതനബ ശബലമന ഘടകതന ജീവന ഘടകതന അജരബല ഘടകതന. നിങ്ങളെ ശരീരം കൊണ്ട് ആമേ വെച്ചത്തിലൊന്നും പ്രാർത്ഥിക്കണ്ട, പക്ഷേ ആത്മാവ് കൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിലൊന്ന് കണക്ട് ആയിക്കേ. ആത്മാവിൽ കർത്താവായിട്ടൊന്ന് കണക്ട് ആയിക്കേ. റബകതന റബബബ ശംതന റബകതന റബലബനബ ജബകതന റബലബ ശതന റബകസംതന റബദന ദബലബ ശതന റബകസംതന റബകതന 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 ശബലമനബ ചുടബകതന റബലമ ശംദന ജഗദനബ അധുന ജഗന്ധന ജബൗഷസിയാം തേര്യബ പ്രഭാതന ഘടകസിയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി. ഈ ജനത്തിന്റെ ആഴങ്ങളെ തൊട്ടുകൊണ്ട്, ഈ ജനത്തിന്റെ സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം അവരുടെ മേലൊരു വലിയൊരു ബ്രേക്ക് ത്രൂ, അവരുടെ മേൽ വലിയൊരു വിടുതൽ ഇന്ന് പകലില് പരിശുദ്ധാത്മാവ് കൈമാറുന്നതിനാൽ ഈ പകലൊരു ഗ്ലോറി ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ മുതൽ അവരുടെ ശരീരങ്ങളെ സ്പർശിക്കുന്ന, അവരുടെ കരകളെ തൊടുന്ന, അവരുടെ ശിരസ്സുകളെ തൊടുന്ന ഒരു ആത്മാവിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ ഇപ്പോ സ്വർഗം പകരാൻ തുടങ്ങട്ടെ. എവിടേക്കോ നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കുന്ന, എവിടേക്കോ തകർന്നു പോയതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു ആത്മതലം ഈ പകല് ഇപ്പോ തുറന്നു വരാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
കർത്താവേ, ഞങ്ങൾ ആത്മാവിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നു. എന്തോ എനിക്കറിയത്തില്ല, ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ആത്മതലം എന്നോട് തൊട്ടുകൊണ്ട് പറയുന്നു, ഇന്ന് പകൽക്കാലം നീ മീറ്റിംഗ് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ നീ തകർന്നു വന്ന വിഷയത്തിന്റെ റിസൾട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ അത്ഭുതങ്ങളെ കാണാൻ റെഡിയാകുക. ഇത് ആരോടുള്ള ദൂതാണ്? ഇത് ചിലരോടുള്ള ദൂതാണ്. നിന്റെ ഇമ്പോസിബിളുകളെ പോസിബിൾ ആക്കി മാറ്റുന്ന ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തില്. എനിക്കെന്തോ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ആത്മാവ്, ഒരു പ്രേരണയെ ഒരു വാക്ക് തരുന്നു. ഒരു വചനവാക്കാണ് എന്റെ അകത്ത് കിട്ടുന്നത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. എനിക്ക് അങ്ങനെ അത് പറഞ്ഞു പോകാനല്ല തോന്നുന്നേ, അതിനകത്തൊരു മർമ്മങ്ങൾ ചിലത് പറയാൻ തോന്നുന്നു. ഇന്നലകൾ വരെ നിനക്ക് പ്രതികൂലമായ പലയിടും ദൈവം നിനക്ക് അനുകൂലമാകുമ്പോ ആ പ്രതികൂലമെല്ലാം നിനക്ക് അനുകൂലമാകും. ആ പ്രതികൂലം മൊത്തം നിനക്ക് അനുകൂലമാകും. ആ സാഹചര്യം നിനക്ക് അനുകൂലമാകും. ആ വ്യക്തികൾ നിനക്ക് അനുകൂലമാകും. ആ മേഖല നിനക്ക് ഇത് ചിലരോടുള്ള ദൂതാണ്. ഇത് കാണാൻ നിൽക്കരുത്. നിന്റെ പ്രതികൂല രോഗമാണോ അത് സൗഖ്യമായി അനുകൂലമാകുകയാ? നിന്റെ പ്രതികൂല മറ്റു പല വിഷയങ്ങളാണോ അത് നിനക്ക് അനുകൂലമാകാൻ പോകുകയാ? യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിനക്ക് അനുകൂലമാകുമെന്ന് പറയുമ്പോ പ്രതികൂലമായി കിടക്കുന്ന പ്രകൃതി നിനക്ക് അനുകൂലമാകും. പ്രതികൂലമായി കിടക്കുന്ന നിയമം നിനക്ക് അനുകൂലമാകും. പ്രതികൂലമായി കിടക്കുന്ന ബന്ധുക്കൾ നിനക്ക് അനുകൂലമാകും. പ്രതികൂലമായി കിടക്കുന്ന ചുറ്റുപാട് നിനക്ക് അനുകൂലമാകും. ഇത് ചിലരോട് ദൂതാണ്. ഇന്ന് പകലില് നിനക്ക് അനുകൂലതകൾ വെളിപ്പെടുന്നു. ഇത് കർത്താവ് ചിലരെ തൊടുകയാ. ഈ പകല് ദൈവ ചിലരെ തൊടുകയാ. നിന്റെ പ്രതികൂലകൾ വഴിമാറുന്ന, നിന്റെ പ്രതികൂലകൾ വഴിമാറി അവിടെ അനുകൂലതകൾ വെളിപ്പെടുന്ന എത്ര പേര് ആമേൻ പറയും? ഇതൊരു ദൈവാത്മാവി പറഞ്ഞൊരു ദൂതുണ്ട്. എന്താ? ഇതൊരു അഭിഷേകത്തിന് ഇട്ടിരിക്കുന്ന ഒരു തീമുണ്ട്. ഈ ഒരു മീറ്റിംഗ് ദൈവത്തിന്റെ സമയത്താണെന്ന്. ദൈവത്തിന്റെ സമയത്തെ കുറിച്ചാണെങ്കിൽ ദൂത് വെളിപ്പാടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങളോടൊരു ദൂതുണ്ട്. നിന്റെ സമയം ഇത് അനുകൂലതയുടെ സമയം. ദൈവം നിനക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം. യേശുവിന്റെ നാമത്തില് ഇത് മിനിസ്ട്രിക്ക് അനുകൂലമാകുന്ന, നിന്റെ സഭയ്ക്ക് അനുകൂലമാകുന്ന, നിന്റെ പട്ടണത്തിൽ അനുകൂലമാകുന്ന, നിന്റെ ദേശത്ത് അനുകൂലമാകുന്ന ഒരു ദൈവമകത്ത് ഇപ്പോൾ കമാൽ ഇത് പ്രാവീര് വിശ്വസിക്ക്. ഈ സെക്കൻഡ് ഇത് എനിക്ക് അനുകൂലമാകുന്ന സെക്കൻഡ്. ഈ സമയങ്ങള് ഇത് ചിലരെ തൊടുന്നല്ലോ. ഇത് നിന്റെ വീട്ടിനകത്ത് ആ ദൂത് പതികയാണ്. ഇപ്പൊ നിന്റെ വീട്ടിനകത്ത് ആ ദൂത് പതികയാ. ഹോളി ദൈവം അനുകൂലമാകുന്നു എങ്കിൽ ഇന്ന് ആരോടുള്ള ദൂത്? ഈ പ്രകൃതികൾ നിനക്ക് അനുകൂലമാകുന്നേ. വ്യക്തികൾ നിനക്ക് അനുകൂലമാകുന്നേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയത്തില്ല, ഇതിനകത്ത് നിൽക്കുമ്പോ ഒരു അസാധാരണമായ ഒരു അഭിഷേകം ഇതിനകത്ത് ഞാൻ കാണുന്നു. എനിക്ക് ആ ദൂത് പറഞ്ഞ് വെറുതെ പോകാൻ തോന്നുന്നില്ല. ദൈവം എന്നോട് പറയുക, ഇന്നലകൾ വരെ മറ്റു പലർക്കും ആ വിഷയം പ്രതികൂലമായിരിക്കാം. അവർക്കത് പ്രതികൂലമെന്ന് കണ്ടിട്ട് നിനക്കത് പ്രതികൂലമെന്ന് പറഞ്ഞ് നീ അടങ്ങിയിരിക്കാനല്ല. അവർക്കത് പ്രതികൂലമാണെങ്കിൽ നിനക്കത് അനുകൂലമാണ്.
ഹലോ, നിന്റെ തലമുറയ്ക്ക് അത് അനുകൂലമാ. പിടികിട്ടുന്നൊരു നല്ലൊരു ആമയം പറഞ്ഞ ആ ദൂതനേക്ക് ഇന്ന് പകല് സ്വീകരിച്ചോണം. ഇന്നും നിനക്ക് അനുകൂലതകൾ വെളിപ്പെടുമ്പോ പൈശാചിക കോട്ടകൾ ചിലത് ഇപ്പോൾ ചിലതിന്റെ അടിസ്ഥാനം ഇളകി ചില വിടുതലുകളായി മാറുകയാണ്. ചില പൈശാചിക കോട്ടകളുടെ അടിസ്ഥാനങ്ങളെ ഇളക്കിക്കൊണ്ട് ഒരു ദൈവിക ഗ്ലോറി, ഒരു ദൈവിക ഗ്ലോറി നിന്റെ വീട്ടിനകത്ത് ഇപ്പോൾ സംഭവിക്കുക. Somebody. Oh, thank you, Holy. Thank you, Holy. ഇന്നലത്തെ പ്രതികൂലം നീ ഓർക്കണ്ട, ഇന്നലത്തെ പ്രതിസന്ധി നീ ഓർക്കണ്ട, ഇന്നലത്തെ ശൂന്യത നീ ഓർക്കണ്ട. ടുഡേ ഇന്ന് നിനക്ക് അനുകൂലമാകുന്ന അനുകൂലമാകുന്ന ഒരു ദൈവമകത്ത് നിനക്ക് അനുകൂലമാകുന്ന ഒരു ആത്മനിയോഗങ്ങൾ പ്രാപിച്ചേ. ഇന്ന് അത് നിന്റെ സ്പിരിച്വൽ ലൈഫില്, അത് നിന്റെ ലൈഫില് ആ മേഖല തുറക്കുകയാ. Thank you, Holy. 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 ഒരിക്കലും നീ പുറത്തു വരുത്തില്ലെന്ന് നിന്നെ കുറിച്ച് ആരെങ്കിലുമൊക്കെ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകല് ദൈവം പറയുക, വിധി എഴുതിയവരുടെ മുമ്പില് നീ ജയത്തോടെ നീ പുറത്തു വരാൻ പോകുന്ന ജയത്തിന്റെയോ ഉല്ലാസത്തിന്റെ കോട്ടോ, ജയത്തിന്റെയോ ഉല്ലാസത്തിന്റെ കോട്ടോ. ഇന്നലത്തെ തോൽവികള് നിന്നെ തളർത്തിയതാണെങ്കിൽ ദൈവം പറയുക, അടുത്ത ജയമാ നിനക്കുള്ളത്. ഇനി തോൽവിയല്ല നീ കാണുന്നത്, ഒരു ജയത്തിലേക്ക് കയറുന്ന ജയത്തിന്റെ കോട്ട നിന്റെ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെട്ടു വരാൻ പോകുന്ന ദൈവിക അനുകൂലതകൾ. Somebody, thank you, Holy. 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 ദൈവം അനുകൂലമെങ്കിൽ അടുത്തിരിക്കുന്ന നന്നുള്ള കരങ്ങളെ കൊടുത്തു വിട്ട ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ലെന്ന് മുഖത്ത് നോക്കി പറയണം. ചുമ്മാതൊരു വാക്ക് പറഞ്ഞു പോവല്ല ദൈവദാസ. അത് ദൈവം നിനക്ക് അനുകൂലമാകുമ്പോൾ ഏതൊക്കെ മേഖലകൾ നിനക്ക് അനുകൂലമാകണോ അതെല്ലാം നിനക്ക് അനുകൂലമാകും. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞ ദൈവദാസ, കാറ്റുകൾ നിനക്ക് പ്രതികൂലമായി അടിക്കുമ്പോ ദൈവം നിനക്ക് അനുകൂലമാകുന്ന സമയത്ത് പ്രതികൂലമായി വരുന്ന കാറ്റിനകത്തേക്ക് ദൂതന്മാർ കയറുമ്പോൾ ഇങ്ങനെ പറയാം, കാറ്റുകളെ അവൻ തന്റെ ദൂതന്മാരായ അത്യുജാലകളെ അവൻ തന്റെ ശുശ്രൂഷകന്മാരാക്കി. നിന്നെ തകർക്കാൻ വരുന്ന കാറ്റ് അനുകൂലമായി ആ കാറ്റിനകത്ത് ദൂതന്മാർ കയറുന്ന, നിന്നെ തീ കളക്കാൻ കൊണ്ടുവരുന്ന, ദഹിപ്പിക്കാൻ വരുന്ന തീ, ആ തീക്കകത്ത് ശുശ്രൂഷ വെളിപ്പെടുന്ന. Holy, 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 holy. ഈ ഒരു ആത്മതലം ഇന്ന് ദൈവം ഇതിനകത്ത് തുറന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഇതിനകത്തേക്ക് ദിവസങ്ങളായി പ്രാർത്ഥിച്ച് ഞാൻ വന്നിരിക്കുന്ന ഒരു ദൂതുണ്ട്. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഇതൊരു ദൈവസമയത്തിനകത്ത് ഈ ഇരിക്കുന്ന ജനം കയറിയേക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഒത്തിരി പേര് ഈ പോസ്റ്റർ കണ്ടു, വിവിധ സ്ഥലങ്ങളിലുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടവരൊന്നും ഇതിനകത്ത് കയറിയിട്ടില്ല.
പക്ഷെ ദൈവം കണ്ടവർ ചിലതിനകത്ത് കയറിയിട്ടുണ്ട്. അവർ ഈ ഹോള് വിട്ട് പുറത്തു പോകുമ്പോ ആ ദൈവിക സമയത്തെ അറിഞ്ഞ്, ആ ദൈവിക സാന്നിധ്യത്തെ അറിഞ്ഞ് അതും പ്രാപിച്ചേ അവർ പോകത്തോളാം. താങ്ക് യു ഹോളി. ഈ ദൈവം നിനക്ക് അനുകൂലമായി നിൽക്കുമ്പോ നിന്റെ സമയവും അനുകൂലമാണ്. സാംബാഷാ ദൂത് വ്യക്തമാക്കി പറഞ്ഞു, ഇന്നലകൾ വരെ പിശാച് നിന്റെ സമയത്തെ വലിച്ചോണ്ട് പോയെങ്കിൽ ഇന്ന് ദൈവം പറയുക, നിനക്ക് ഞാൻ അനുകൂലമാകുമ്പോ ഓ ആ സമയം നിനക്ക്, ആ സമയം നിനക്ക്. ഓ കമാൽ കമാൽ കമാൽ. ഇത് നിന്റെ തലമുറയോടുള്ള ദൂതായി മാറട്ടെ. ഇത് നിന്റെ ഭാവിയോടുള്ള ഒരു ദൂതായി ഇത് മാറുകയാ. ഇത് നിനക്കുള്ള സമയമാകുന്ന. നമ്മൾ ഇന്ന് പകൽ ഇവിടെ ചുമ്മാതെ കേട്ട് കയ്യും കൊട്ടി ഒരു ആമയും പറഞ്ഞൊന്നും പോവല്ല. ഈ ദൂതനകത്ത് ഒരു കുറെ കാര്യമുണ്ട്. ഈ ദൂത് നമ്മുടെ ലൈഫിൽ ആക്റ്റീവ് ആകും. ഈ മാസം അവസാനിക്കുന്നത് വിരലിലെണ്ണുന്ന ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ മാസത്തിനകത്ത് എനിക്ക് ഉറപ്പുണ്ട്, അടുത്ത വരുന്ന 10 ദിവസം കൊണ്ട് ഈ മാസം അവസാനിക്കുമ്പോ ഈ വർഷം വരെ നീ കാത്തിരുന്നിട്ട് നടക്കാത്തത് അടുത്ത 10 ദിവസത്തിനകത്ത് നിന്റെ ലൈഫിൽ നടക്കാൻ പോകുകയാണ്. കമാൻ കമാൻ. ഇത്രയും കഴിഞ്ഞ 8 മാസമായി നടക്കാതെ പോയത് അടുത്ത 10 ദിവസത്തിനകത്ത് നിന്റെ ലൈഫിൽ തുറന്നു വരാൻ പോകുന്ന ദൈവിക അനുകൂലതകൾ. കമാൻ. ഇതൊരു പ്രവാചക ശബ്ദമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ ദൂതിനകത്ത്. ഈ ദൂതിനകത്ത് ഉറപ്പെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത, ഇത്രയെ മാസങ്ങളായി കരഞ്ഞിട്ടും നടക്കാത്തതിന് ദൈവം തെളിയിക്കുന്ന അടയാളം ദൈവം ചെയ്യാൻ പോവാ. ഒന്ന് രണ്ട് ആ ദൂതിനെ ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. ആ ദൂതൊന്ന് നിങ്ങളോട് പറഞ്ഞ് നമ്മൾ ആ വെളിപ്പാടി കയറി പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ. ഒരു പ്രവാചക ശബ്ദമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വായിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാമത്തെ അധ്യായം 18-19 വാക്യം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം. ഈ ദൂതൊക്കെ വചനമുള്ളവരൊക്കെ വാക്യം വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഒന്ന് എടുത്ത് നോട്ട് ചെയ്തോണം. ഇത് നിങ്ങളോടുള്ള ദൂത് മാത്രമാണ്. ഹഗ്ഗായി പ്രവചനം 2-ാമത്തെ അധ്യായം 18-19 വാക്യം വായിച്ചേ. ആ ആ ആ ആ വായിച്ചോ. ആ മതി, അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിൽ നിന്ന് അല്പമായൊരു ദൂതൊന്ന് പറഞ്ഞ് ഈ ദൂതിന്റെ ഒരു വെളിപ്പാടിൽ കയറി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ ദൂത് ആത്മാവിൽ പറയാ. ഹഗ്ഗായി പ്രവാചന പുസ്തകത്തിനകത്ത് 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങൾ ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? മുമ്പോട്ട് തന്നെ എന്ത് ചെയ്യണം? ദൃഷ്ടി വെക്കുക. മുമ്പോട്ട് തന്നെ നിങ്ങൾ ദൃഷ്ടി വെക്കുക. പിന്നെ 2-ാമത് 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ദിവസം മുതൽ തന്നെ നിങ്ങൾ എന്ത് ഈ കാലത്ത് എന്ത് ചെയ്യണം? മുമ്പോട്ട് തന്നെ എന്ത് ചെയ്യണം? ദൃഷ്ടി വെക്കണം. അവിടെ അതങ്ങ് നിൽക്കട്ടെ. ദൂതൊന്ന് ശ്രദ്ധിക്കണം. മുമ്പോട്ട് തന്നെ ദൃഷ്ടി വെക്കുക. എന്ന് തൊട്ട്? ഏത് മാസം തൊട്ട്? ഒന്നും കൂടെ പറഞ്ഞേ. 9-ാമത്തെ മാസം. കഴിഞ്ഞ 8 മാസം വരെ ജീവിതത്തിൽ ചോദ്യചിഹ്നമായി വലഞ്ഞും, എവിടെയാ മറുപടി, എവിടെയാ പരിഹാരം, എവിടെ റിസൾട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 8
മാസം വരെ നിന്നവനോട് 9ാമത്തെ മാസം ഒരു ദൂത്, നീ കഴിഞ്ഞ 8 മാസത്തിൽ നടക്കാത്ത പ്രവർത്തികൾ ഈ 9ാമത്തെ മാസം നിന്റെ ലൈഫിൽ നടക്കാൻ പോകും. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോ നിൽക്കുന്നത് എത്രാമത്തെ മാസത്തില? 8ാം മാസമാണോ 10ാം മാസമാണോ? നോ, 9ാമത്തെ മാസം. ഈ 9ാമത്തെ മാസത്തെ ദൈവം പറയുക, ഇന്നു മുതൽ നിന്നോട് ഒറ്റൊരു ദൂത് പറയാനുണ്ട്. നീ മുമ്പോട്ട് തന്നെ പോ. നിന്നെ പുറകോട്ട് വലിക്കുന്ന വിഷയങ്ങളൊന്നും ഇനി നിന്നെ തടയാൻ പറ്റാതെ നിന്റെ മുമ്പിൽ മുമ്പോട്ട് തന്നെ നീ പോകാൻ തുടങ്ങുക. നിന്റെ മുമ്പിൽ ഒരു പ്രവൃത്തി ഞാൻ അയക്കാൻ പോകുകയാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ദിവസത്തെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണെന്നിത്. ഈ മീറ്റിംഗ് ദൈവം പറഞ്ഞേക്കുന്ന സമയമാണിത്. അങ്ങനെ അപ്പോഴാണ് ദൈവം എന്നോട് പറഞ്ഞേ, ഞാൻ അനുകൂലമെങ്കിൽ 9ാമത്തെ മാസം മുതൽ ഞാൻ നിനക്ക് അനുകൂലമാണെങ്കിൽ, യോ ഹലോ 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 ഹലോ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ നിൽക്കുന്നതെങ്കിൽ, ഞാൻ നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നെങ്കിൽ, നിനക്ക് വേണ്ടി സകലവും ഞാൻ അനുകൂലമാക്കാൻ നിൽക്കുന്നു എങ്കിൽ, ഇന്ന് ആരോടുള്ള ദൈവശബ്ദമാണ് ഇത്. നിന്റെ ലൈഫിനെ തൊടാൻ പോകുന്ന ഇനിയാണ് അതിലൊരു വെളിപ്പാട് നമ്മൾക്ക് ചിന്തിക്കാം. ഇനി അടുത്ത 19ാമത്തെ വാക്യം വായിച്ചു തന്നു. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മതി, അവിടെ നിൽക്കട്ടെ. ശക്തമായിരിക്കുന്ന ഒരു വെളിപ്പാട് കിട്ടി. 18ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, 9ാമത്തെ മാസം മുതൽ നിങ്ങൾ മുമ്പോട്ട് തന്നെ ദൃഷ്ടിവെക്ക എന്ന് പറഞ്ഞതിന് ശേഷം 19ാമത്തെ വാക്യത്തിൽ ക്വസ്റ്റ്യൻ മാർക്കുകളാണ് കിടക്കുന്നത്. ചോദ്യം, വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? 2, മാത്യവൃക്ഷം, മുന്തിരിവള്ളി, മാതളം, ഒലിവുമരം ഫലം കായ്ക്കുന്നില്ലയോ? ക്വസ്റ്റ്യനാ. അവിടെ നിൽക്കട്ടെ. ഇതിനകത്തിരിക്കുന്നവരുടെ ലൈഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനകത്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വിത്തിനിയും, ഒന്നുകൂടെ പറഞ്ഞ വിത്തിനിയും. എന്റെ ചോദ്യം, വിത്ത് കളപ്പുര കിടക്കാനുള്ളതാണോ അതോ വയലിൽ കൊണ്ടുപോകാനുള്ളതാണോ? ഇനി 2ാമത്തെ പ്രത്യേകത, വിത്ത് ഏറ്റവും ലോ ക്വാളിറ്റി ആണോ ഫസ്റ്റ് ക്വാളിറ്റി ആണോ? നിങ്ങൾ വന്നില്ല. ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് വിത്ത്, അല്ലേ? വിത്ത് ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിലും അതെവിടെ കിടക്കുന്നേ? കളപ്പുരക്കകത്ത്. ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള വിത്ത് കളപ്പുര കിടക്കാനുള്ളതല്ല, അത് വയലിൽ എത്താനുള്ളതാ. പക്ഷെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ അവനെ വാൾമുറയ്ക്കകത്തേക്ക് വലിച്ചു കെട്ടിയിടുമ്പോ ദൈവാത്മാവ് പറയുക, നിന്റെ കളപ്പുര കിടക്കുന്ന നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരാപ്പോ ആ ബാധ്യത്തെ നീ പുറത്തു. Come on, come on, come on, come on. Yes, yes, yes. Yes, yes, yes. Yes, 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 yes. Amen. അവിടെ പറയുന്നു വിത്തിനിയും കളപ്പുരയിൽ. ക്വസ്റ്റ്യനാ. കുറച്ചു വർഷമായി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ദൂത് കിട്ടുന്നുണ്ട്, ഒരുപാട് ദൂത് കിട്ടുന്നുണ്ട്. പക്ഷെ എത്ര ദൂത് കിട്ടിയിട്ട് എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. ഞാൻ കളപ്പുരക്കകത്ത് ഒതുങ്ങി കിടക്കുക. പക്ഷെ അങ്ങനെ കിടക്കുന്ന തലമുറയോട് ഈ പകല് ദൈവം പറയുന്നു, നിന്നെ വയലിലേക്ക് എന്റെ ദൈവം എടുത്ത് വിതയ്ക്കാൻ പോകുന്ന നിന്റെ പരിധികൾ ദൈവം പൊളിക്കാൻ പോകുക. അഭിഷേകത്തെ പാസ്റ്റർ സാം പറഞ്ഞതുപോലെ നിന്റെ പരിധിയോ നിന്റെ പരിമിതിയോ ഇന്ന് പകലില് എന്റെ ദൈവം പൊളിക്കാൻ പോകുന്ന. കമാൽ 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 നിന്റെ മിനിസ്ട്രിക്കകത്ത്, നിന്റെ പേഴ്സണൽ ലൈഫില്
ആ ബ്രേക്ക് തുറന്നു വരികയാ, ആ ബ്രേക്ക് തുറന്നു വരികയാ. ഇപ്പോൾ അത് സ്വീകരിക്കാം, ഇപ്പോൾ അത് സ്വീകരിക്കാം, ഇപ്പോൾ അത് സ്വീകരിക്കാം. ഓ താങ്ക് യു ഹോളി. ഹല്ലേലൂയ. നോക്കിക്കേ, ആ വിത്തിനോട് പറയുക. ആമേ. ദൈവസിംഗ് വന്ന് എനിക്ക് കുറച്ച് നേരിട്ട് എന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ കണക്ട് ആവുന്നു. ഒത്തിരി ഒരു ഉദാഹരണം എടുക്കുക. ഇതൊരു വിത്താണ്, ഇതൊരു വിത്ത്. ഈ വിത്തിനോട് ദൈവം പറയുക, നിന്നിലൂടെ ഒത്തിരി തലമുറ പുറത്തു വരും. ഈ വിത്തിനോട് ദൈവം പറയുക, ആമേ, നീ വളരും, വയലിൽ വളരും, നീ പച്ചപ്പുള്ളവനാകും, നിന്നിൽ പൂക്കല് നടക്കും, എന്നിട്ട് ഒത്തിരി തലമുറ പുറത്തു വരും, നിന്നിലൂടെ ഒത്തിരി പ്രൊജക്ട് നടക്കും. ഈ ദൂതൊന്ന് ശ്രദ്ധിക്കണേ. വാറ്റത്ത് കിടക്കുക, ഇതേപോലെ എല്ലാ ദൂത് കേട്ടോണ്ടിരിക്കുക. പക്ഷേ ദൂത് കേൾക്കുന്നെങ്കിൽ കിടക്കുന്നത് കളപ്പുരയില്. നോക്കേ, അസാധാരണ ദൂത് കേട്ടു, അസാധാരണ ദൗത്യം നടക്കും, അസാധാരണ പ്രവൃത്തി നടക്കും. പക്ഷേ ദൂത് കേട്ട ആമേൻ പറഞ്ഞെങ്കിലും എവിടെ വിത്ത് എവിടെ കിടക്കുന്നേ? കളപ്പുരക്കകത്ത്. ദൂത് നടക്കുവോ? ദൂത് നടക്കുവോ? കളപ്പുര കിടക്കുന്നിടത്തോളം കാലം ദൂത് നടക്കത്തില്ല എന്ന ദൈവം പറഞ്ഞു. ഞാൻ ആ ദൂത് കൊടുക്കെങ്കിൽ ഞാൻ അവനെ പിടിച്ച് വയലിൽ കൊണ്ടുവന്ന് ഞാൻ അവനെ വിതയ്ക്കും, ഞാൻ അവനെ ഞാൻ അവനെ വിതയ്ക്കും. ഇതൊരു അഭിഷേകമാണ്. ഇന്ന് പകലില് ഫല കായ്ക്കാതെ കിടക്കുന്നത് പോലെ നിന്റെ ദൗത്യങ്ങള് ശൂന്യപ്പെട്ട് കിടക്കുമ്പോ സ്വർഗം പറയുന്നു, നീ എന്നെ വിതയ്ക്കോ. യേശുവിന്റെ നാമത്തില് ഈ പകലൊന്ന് വിശ്വസിച്ച് നിന്റെ പരിമിതി പൊട്ടുകയാ. ദൈവമെന്നെ കയ്യിലെടുക്കാൻ പോകുകയാ. എന്നെ ദൈവം പുഷ്ടിയുള്ളതോ സ്ഥലത്തേക്ക് ദൈവനെ വിതയ്ക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില്. come on, come on, come on. നീ ഇന്നലകളെ ചോദിച്ചില്ലേ, എവിടെ എന്റെ വാഗ്ദത്തം? എനിക്കറിയത്തില്ല. അസാധാരണ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ വ്യാപരിക്കുകയാണ്. ചിലരുടെ ശരീരങ്ങളില് ഒരു പെരുക്കുന്നത് പോലെ ഒരു ദൈവിക അഭിഷേകം ഇപ്പോൾ ഇതിനകത്ത് വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തില് നിന്റെ ശരീരം ഇപ്പൊ സെറ്റ് ചെയ്യുക. നിന്റെ ശരീരം കമാൽ 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 കമാൽ. ഇത് കൈറോസ് ഡേ ആണ്. ഇത് ദൈവത്തിന്റെ സമയമാണ്. പ്രാപിച്ചേ, 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 പ്രാപിച്ചേ. Yes, come on, come on, come on, come on, come on. നിന്റെ വാഗ്ദത്തങ്ങൾ ജീവിക്കട്ടെ, നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, നിന്റെ വാഗ്ദത്തങ്ങൾ. somebody, somebody, yes, yes, yes. വാഗ്ദത്തങ്ങൾ ജീവിക്കുന്നു. Come on, come on, come on, come on. എനിക്കറിയാം ഒരു ഭയങ്കര ആത്മ പകർച്ച ചിലരുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരുന്ന ഒരു ആത്മ പകർച്ച ഇതിനകത്ത് നടക്കുകയാ. ഇതിനകത്തൊരു ആത്മ പകർച്ച ഇപ്പോൾ ഇതിനകത്ത് സംഭവിക്കുക. യേശുവിന്റെ നാമത്തില്.
ഹല്ലേലൂയ. വളരും, വളരും. നിങ്ങൾ കളപ്പുരയ്ക്കകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരും. ജീവിതത്തിൽ മാറ്റങ്ങൾ നടക്കാൻ പോകുന്ന മണിക്കൂറുകൾ നിന്റെ മുമ്പേ തുറക്കാൻ പോകുന്നു. ദൈവം നിന്നെ ഇന്ന് പകല് തൊടുന്നു. നിന്റെ സങ്കടങ്ങളെ ദൈവം പൊട്ടിച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞ ചില ദിവസത്തിന്റെ മുമ്പിൽ പോലും എന്തൊരു ജീവിതം കർത്താവേന്ന് നീ ചോദിച്ചതിനുള്ള മറുപടി ഇന്ന് നിന്റെ ദൈവം റിലീസ് ചെയ്യുന്നു. ഇന്ന് പകലില് ആ ബ്രേക്ക് ത്രൂ നിന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ആത്മാതിയോഗത്തോടെ ഈ ദൂത് കയറി പിടിച്ച് നിൽക്കുന്നേ. പറയോ, വാറ്റത്വം ഒത്തിരി കിടക്കോ വിത്തിന്റെ മേലെ. ഏത് ദൈവദാസന്മാർ വന്നിട്ടും തല കൈവച്ച് ദൂത് പറയുക. ദൈവം ഉപയോഗിക്കും, ദൈവം ഉപയോഗിക്കും. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷെ ഒരു ഡെലിവറൻസ് നടക്കുന്നില്ല. എവിടെയോ ആരൊക്കെയോ നിന്നെ ഒതുക്കി വെച്ചോണ്ടിരിക്കുക എന്ന ദൈവാത്മാവെ പറയാ. ആ പരിധികൾ ഞാൻ ഇവിടെ പൊളിക്കും. നീ പുറത്തു വരും. നിന്നെ ദൈവം ഉപയോഗിക്കുന്ന ആ കാലഘട്ടങ്ങള് നിന്റെ മുമ്പേ തുറന്നവരോ. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഇനി നിന്നെ തടുക്കാൻ പറ്റത്തില്ല. ജീസസ്, പ്രാപിച്ചേ 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 പ്രാപിച്ചേ. ചിലരുടെ ലൈഫിലേക്ക് ആ ദൈവത്തിന്റെ കാറ്റ് ചെന്ന് ഈ പകൽ വീഴട്ടെ. ഹല്ലേലൂയ. അതൊരു വെളിപ്പാട് എനിക്കൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് ഭയങ്കര ഒരു ഗൈഡൻസ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ ദൂതിനകത്ത് ഭയങ്കരമായ തിരിവുകൾ വ്യക്തമായി ഉണ്ടാകും. എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഈ ദൂതിനകത്ത്. ആ ദൂതിനെ നീ തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കയറാം. ഒന്ന്, വിത്ത് കളപ്പുര കിടക്കുക. വാറ്റത്തം ഒത്തിരി കിടക്കുക. വാറ്റത്തങ്ങൾ ഒത്തിരിയായിട്ട് കിടക്കുമ്പോഴും എത്ര വാറ്റത്തം കെട്ടാലും വിത്തേ വിത്തേ നീ കളപ്പുര കടന്നാൽ ഒരു ഗുണവുമില്ല. ഏറ്റവും ക്വാളിറ്റി ഉള്ളതിനെ കൊണ്ട് വെച്ചേക്കുന്നേ, ഏറ്റവും ക്വാളിറ്റി ഉള്ള വാറ്റത്തോ കേട്ടേക്കുന്നേ. പക്ഷേ കളപ്പുരയ്ക്കകത്ത് കിടക്ക. എന്താ ഫലം? പല വർഷങ്ങൾ കടന്നുപോയി, എന്നിട്ടും ഇന്നും അവിടെ കിടക്കുക. തമ്പുരാൻ പറഞ്ഞു, മക്കളെ, കളപ്പുരയിൽ നിന്ന് ഞാൻ അതങ്ങോട്ട് എടുക്കാൻ പോവാ. ഞാൻ അതങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കാൻ പോവാ. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ അതിനെ വിതയ്ക്കും. ആ വിതയുടെ ഭാഗം ഞാൻ പുറവാലെ തൊട്ട് വരും. അതൊന്ന് അവിടെ നിൽക്കട്ടെ. അതിനുശേഷമായി ഒരു വേറെ പ്രത്യേകമുണ്ട്. ചിലർ ഈ സ്ട്രഗിളൊക്കെ സ്വത്രം സഹിച്ചോണ്ട് സ്വത്രം. പക്ഷെ കുറെ പേര് പ്രാർത്ഥിച്ച് ഇത് എങ്ങനെയെങ്കിലൊക്കെ പൊട്ടിച്ച് കേറി എവിടെങ്കിലുമൊക്കെ കിളിക്കും. പക്ഷെ ഫലം കായ്ക്കാൻ ചിലർ സമ്മതിക്കത്തില്ല. ഒന്നാം തരം ഫ്രൂട്ട് കിട്ടുന്ന സാധനങ്ങളാ അത്തി, മുന്തിരി, സ്വത്രം മാതളം, സ്വത്രം സൊലുവ്. ഇതെല്ലാം ബ്യൂട്ടിഫുള്ളായി ഫലം കായ്ക്കുന്നത്. പക്ഷേ ചിലരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷെ ഇവൻ അവിടെ നിൽക്കുമ്പോൾ പലരും കയറി ഫലം കായ്ക്കുന്നു. പ്രതീക്ഷിക്കാത്ത പലരും ഫലം ഉണ്ടാകുന്നു. പക്ഷെ ഇവന് മാത്രം ഫലമില്ല. സീസണുകൾ വന്നിട്ടും ഇവന്റെ വൃക്ഷം മാത്രം ഫലം കായ്ക്കുന്നില്ല. പക്ഷേ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു പ്രാർത്ഥന പോലും ഇല്ലാത്തവന് മീറ്റിംഗ് ഉണ്ട്. ഒരു പള്ളി പോലും വരാത്തവന് വഴിയുണ്ട്. പ്രാർത്ഥിക്കാത്തവന്റെ കുഞ്ഞിന് വാതിലുണ്ട്.
ഉപവസിക്കാത്ത താമെ വീട്ടിനകത്ത് അനുഗ്രഹമുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും നിന്റെ വീട് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയോ എല്ലാ ദിവസവും തിരുവല്ല ഓടിപ്പിടിച്ച് 8 മണിക്കൂർ മീറ്റിംഗ് സഭ നടത്തുമ്പോൾ ഓടിപ്പോന്നു. ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ മുമ്പിലുണ്ട്, കസരയുടെ മുമ്പിലുണ്ട്, പ്രാർത്ഥിക്കാൻ മുമ്പിലുണ്ട്, ചാരിറ്റി വർക്ക് ചെയ്യാൻ മുമ്പിലുണ്ട്, തൂക്കാൻ മുമ്പിലുണ്ട്. എല്ലാം ഉണ്ടായിട്ടും വീട്ടിലെ റിസൾട്ട് ക്വസ്റ്റ്യൻ. ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്തോ കിട്ടി. ചോദ്യത്തിൽ അവിടെ കിടക്കുമ്പോൾ ചോദിക്കുന്നവനൊക്കെ അവിടെ ചോദിക്കട്ടെ. പക്ഷെ ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ ഇന്നിവിടെ പറയാം. നിന്റെ സീസൺ എന്ന് പറയുന്നത് സീസൺ കാലത്ത് നീ ഫലം കായ്ക്കാൻ പോകുകയല്ല. നിന്റെ സീസന്റെ കാലത്തും നീ ഫലം കായ്ക്കുന്നവനായി മാറും. നിനക്ക് എന്നും സീസണുകളായി മാറുവാൻ ദൈവത്തിന്റെ വഴികള് നിനക്ക് മുമ്പേ തുറക്കാൻ പോകുകയാ. ആ വെളിപ്പാടിനെ തൊട്ടോണ്ട് ഞാൻ പോകട്ടെ. ചിലര് സീസണിൽ ഫലം കായ്ക്കും. നമുക്കറിയാം ഫ്രൂട്ട്സ് ഒക്കെ നമുക്കറിയാം. ചില സീസണുകളിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് കാണും, ചില സീസണുകൾ അത് കാണത്തേ ഇല്ല. അതൊക്കെ സീസണുകളിലാ ഫലം കായ്ക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് ക്വസ്റ്റ്യനായി കിടന്ന നീ, ചോദ്യമായി കിടന്ന നീ, മുറിവേറ്റ് അകത്ത് കരഞ്ഞ നീ, എനിക്ക് വേണ്ടി വില കൊടുത്ത നീ, സീസണുകളിലല്ല കായ്ക്കാൻ പോന്നെ. എന്നും നിനക്ക് സീസണാ, എന്നും നിനക്ക് സീസണാ. ഓ, ആ ദൂതൻ ആമേ പറഞ്ഞ് സ്വീകരിക്ക. ഈ 9ാമത്തെ മാസം മുതല് നിന്റെ ഓഫ് സീസന്റെ കാലമല്ല, നിനക്ക് എന്നും സീസന്റെ കാലമാ. യേശുവിന്റെ നാമത്തില് ആമേൻ. എന്നും നിനക്ക് സീസണാ. ഇനി രണ്ടാമത്തെ പ്രത്യേകത പറയാം. ഇനി ആ വാക്യം വായിച്ച ആൾ ഒന്നും കൂടെ ഒന്ന് വായിക്കണം. ആ സീസൺ എല്ലാരും ബൈബിൾ എടുക്കണ്ട, ഒരാളങ്ങ് വായിച്ചാൽ മതി. പിന്നെ ആ സീസണിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ വായിച്ചേ? ഇന്നു മുതല്, ഇന്നു മുതല്, എന്നു മുതല്, ഏത് മാസം മുതല്? ഈ 9ാം മാസം മുതല്. ഈ 9ാമത്തെ മാസം മുതല് നിന്റെ മേല സീസണുകള് ആരംഭിക്കുന്ന പറഞ്ഞ ആ ദിവസങ്ങള് നിന്റെ മേൽ തുടങ്ങും. ഓ, ആ ദൂതനത് വിശ്വസിക്ക, ആ ദൂതനത് വിശ്വസിക്ക, ആ ദൂതനത് വിശ്വസിക്ക. ആ സീസണുകള് യേശുവിന്റെ നാമത്തില് അത് തുടങ്ങുന്ന, അത് വെളിപ്പെടാൻ തുടങ്ങുന്ന, ആ കാലഘട്ടമേ തുടങ്ങുന്ന, ആ തലവര തുടങ്ങുന്ന സംഭവിക്കട്ടെ. സ്വീകരിച്ച്, 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 ഇത് സ്വീകരിച്ച് യേശുവിന്റെ നാമത്തില് ഈ 9ാമത്തെ മാസം മുതല് നീ അനുഗ്രഹിക്കപ്പെടുന്ന മാസമാ. ഈ 9ാമത്തെ മാസം മുതല് നീ ഫലക്കയോ ഇത് കാണാൻ നിൽക്കരുത്. ഈ അനുഗ്രഹങ്ങളെ ഇന്ന് പകലല് നീ അത് പ്രാപീര. ഈ ഓ ചിലരെ കർത്താവ് പുറകെ, ചിലരെ കർത്താവ് തൊടുകയാ, പുറകെ ചിലരെ കർത്താവ് തൊടുകയാ. യെസ്, 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 യെസ്. നിന്റെ സീസൺ, നിന്റെ ലൈഫിനെ ബ്രേക്ക് ചെയ്യപ്പെടുന്നു. Come on, come on. Oh, 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 oh. Tia, 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 tia. Oh, Father, oh, Father, oh, Father, oh, Father, oh, Father. Jesus, Jesus, oh, Jesus. ഇന്നലകളെ നഷ്ടപ്പെട്ടത്, ഇന്നലകളിൽ അടഞ്ഞു പോയത്, ഇന്നലകളെ ഔട്ടായത്, ഇന്നെ തിരിച്ചു പിടിക്കുന്ന ഈ മാസത്തില് നീ തിരിച്ചു പിടിക്കുന്ന ഈ ദൈവമകത്ത് നിന്റെ മുമ്പേ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്?
ഇനി നീ സീസൺ നോക്കിയല്ല ഓടുന്നേ, പിടികിട്ടുന്നുണ്ടോ? ഇനി നീ സീസൺ നോക്കിയല്ല ഓടുന്നത്. എന്നും നിനക്ക് സീസണാ, എന്നും നമുക്ക് സീസണാ, എന്നും നിനക്ക്. എന്നും സീസൺ ആവശ്യത്ത, എന്ന സീസണാണ് നമുക്ക്. ഇത് ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആരായിപ്പോ നിൽക്കുന്നേ? സീസൺ നിനക്ക് അനുകൂലമെങ്കിൽ ദൈവം നിന്റെ സീസൺ അനുകൂലമാക്കാൻ തുടങ്ങിയ ആർക്കാ നിന്റെ സീസണെ തടയാൻ പറ്റത്? ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ ഒതുക്കിയാലും ശരി, ദൈവം പറഞ്ഞിരിക്കുന്നു, ഇന്നു മുതൽ ഈശ്വരാ യഹോവയാ അനുഗ്രഹിക്കപ്പെടും. പ്രാപിച്ചേ 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 പ്രാപിച്ചേ. ഇത് നിന്റെ തലമുറയോടുള്ള ദൂതായിരിക്കും. ഇത് നിന്റെ ഭാവിയോടുള്ള ദൂതാണ്. ഇത് നിന്റെ കുടുംബത്തോടുള്ള ദൂതാണ്. ഇത് നിന്റെ ജീവിതത്തോടുള്ള ദൂതാണ്. യേശുവിന്റെ നാമത്തിൽ Thank you, Holy. Thank you, Holy. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നു മുതൽ യഹോവ എന്നെ അനുഗ്രഹിക്കും. ആ വാക്യം അങ്ങനെയല്ലേ സൗകര്യം വായിക്കുന്നേ? യഹോവ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാ പറഞ്ഞു. നാളെ മുതലല്ല, ഇന്ന് മുതൽ നീ അനുഗ്രഹത്തിലേക്ക് കയറുക. ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരം വരാൻ പോവാ. ഹഗ്ഗായി പ്രവാചകൻ ചില ചോദ്യങ്ങൾ ക്വസ്റ്റ്യനായി കടക്കുമ്പോൾ തൊട്ടു താഴെ ഒരൊറ്റൊരു വാക്കുകൊണ്ടൊരു ഉത്തരം തന്നു. യഹോവ നിങ്ങളെ ഇന്നു മുതൽ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുന്നത് മാത്രം പറഞ്ഞു വിടരുത്. യഹോവ ഇന്നു മുതൽ ആ വാക്കൊരു പ്രശസ്തിയാണ്. രാവിലെ ഓടിപ്പിടിച്ച് വന്നതല്ലേ, 8 മണിക്കും 9 മണിക്കും 10 മണിക്കും 11 മണിക്കൊക്കെ വാതി പിടിച്ച് വീട്ടിലെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കിയും പല പ്രോഗ്രാമും വേണ്ടെന്ന് വെച്ച് ഓടി വന്നതല്ലേ. എന്തിനാണെന്നറിയാമോ? ഇന്നു മുതൽ നീ ഒരു അനുഗ്രഹത്തിൽ കയറുക. ഇനിയാണ് നിന്റെ സീസൺ തിരിയാൻ പോകുന്നത്. ഈ സീസൺ അങ്ങനെ തിരിയും. ഒരു വചനഭാഗോട് ചിന്തിച്ച സക്കറിയ പ്രവചനം 8-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങളിൽ. സക്കറിയ പ്രവചനം 8-ാമത്തെ അധ്യായം 12. അടുത്തത് മതി. ഇനി അടുത്ത ദൂതര് നമ്മൾ കേട്ട ചോദ്യങ്ങളുമായിട്ടായിരുന്നെങ്കിൽ അടുത്ത ഉത്തരം വന്നിരിക്കുന്നു. പ്രവാചന ശബ്ദത്തിൽ ഹഗ്ഗായി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിത്ത് എവിടെ കിടക്കുന്നു? വിത്ത് എവിടെ കിടക്കുന്നു? കളപ്പുരായി. എവിടെങ്കിലൊക്കെ കിളിച്ചു കയറിയവന് ഫലമില്ല, അവസരമില്ല, വഴിയില്ല, അനുഗ്രഹമില്ല. അവനോടെല്ലാം ദൈവം ദൂത് തിരിച്ചു കൊണ്ടുവന്നു. ദൈവനോട് അവനോട് പറയുന്നൊരു ദൂത്, വിത 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 സമാധാനത്തോടെ ആയിരിക്കും. ഇന്നലകൾ വരെ നിന്നെ അസ്വസ്ഥമാക്കിയതൊന്നും ഇനി നിന്റെ വിതപ്പിനകത്ത് ഉണ്ടാകത്തില്ല.
നീ ഒരു സ്വസ്ഥതയോടെ നിന്റെ വാഗ്ദത്തങ്ങളെ നീ വിതയ്ക്കും. നീ സ്വസ്ഥതയോടെ നിന്റെ വാഗ്ദത്തങ്ങളെ നീ കയറും. നീ സ്വസ്ഥത. താങ്ക് യു ഹോളി. ആ ദൂത് നമ്മൾ ചുമ്മാ കേട്ടുപോകരുതേ, അതിനെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരണേ. പിത സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. തൊട്ടപ്പുറത്തൊരു വാക്യം, ഭൂമി എന്ത് ചെയ്യും? ഭൂമി ഭൂമി എന്ത് ചെയ്യും? അനുഭവം. ഓക്കെ, ഒറ്റൊരു വാക്ക് പറയുന്നു, പിത സമാധാനത്തോടായിരിക്കുമ്പോ നീ വിതയ്ക്കാൻ പോകുന്ന ഭൂമി നിന്നോട് പറയുക, നീ വിതയ്ക്ക്, ഞാൻ അതിന്റെ അനുഭവം തരാൻ റെഡിയാ. പിടികിട്ടിയില്ല? ഇന്നലകൾ പലയിടത്തും പരാജയപ്പെട്ടുപോയ നിന്നോട് പറയുക, അതേ സ്ഥലത്ത് തന്നെ നീ അനുഭവങ്ങളെ പ്രാപിക്കുന്ന, ആ നന്മകളെ പ്രാപിക്കുന്ന ആ കാലത്തിലേക്ക് നീ കയറി വരാൻ പോകും. ഒരുത്തൻ, ഒരാൾ ഒരു വിത്തെടുത്തു. വിത്തെടുക്കുന്നതിന് മുമ്പേ ദേശത്തിനകത്ത് ഭയങ്കര ക്ഷാമം ഉണ്ടായി. ഇങ്ങനെയാണ് വായിക്കുന്നത്, അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ ഇസഹാക്കിന്റെ കാലഘട്ടത്തിൽ എന്തുണ്ടായി? വലിയൊരു ക്ഷാമമുണ്ടായി. ഈ ദൂത് കളയല്ലേ? വലിയൊരു ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായതും എല്ലാവരും ദേശം വിട്ട് ഓടാൻ തുടങ്ങി. പക്ഷേ ദൈവം ഒരുത്തനോട് പറഞ്ഞു, ഇസഹാക്കിനോട് പറഞ്ഞു, മോനെ എല്ലാവരും ഓടിപ്പോന്നും പറഞ്ഞുകൊണ്ട് നീ ഓടരുത്. ഹലോ, എല്ലാവരും ഓടിപ്പോവുക, പക്ഷെ എന്നും പറഞ്ഞു നീ ഓടരുത്, നീ അവിടെ തന്നെ നിൽക്കണം. എന്താ കർത്താവേ പറയുന്നേ? ഇത്രയും പ്രതികൂലം ദേശത്തുണ്ടായപ്പോ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഓടുമ്പോ ഞാൻ ഇവിടെ നിൽക്കണമെന്നോ? അതെ, അവനെ പോലല്ല നീ. നിന്റെ വിളി അവനെ പോലെയല്ല. നിന്റെ മേൽ കിടക്കുന്ന നിയോഗം അവനെ പോലല്ല. എനിക്കതിനകത്തൊക്കെ ഭയങ്കര ഒരു അഭിഷേകം ഇന്നിവിടെ വ്യാപിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എല്ലാവരെ പോലല്ല നീ. എല്ലാവരെ പോലല്ല നീ. നിന്റെ അഭിഷേകം എല്ലാവരെ പോലെ അല്ല. നിന്റെ വിളി എല്ലാവരെ പോലെ അല്ല. നിന്റെ വെളിപ്പാട് എല്ലാവരെ പോലെയല്ല. നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ എല്ലാവരെ പോലെയല്ല. അല്ല വിശുദ്ധന്മാരെ, എല്ലാവരെ പോലെ അല്ലാതെ, എല്ലാവരെ പോലെ ഉള്ളവളല്ലാതെ. എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുക. എല്ലാവരും ക്ഷാമത്തെ കണ്ട് എനിക്കൊരു ദൂത് പറയാനുള്ളത്, സീസണിൽ കയറി ഫലം കായ്ച്ചവനും സീസണിൽ ഓടിയവന് ദേശത്ത് ക്ഷാമമുണ്ടായപ്പോ പേടിച്ചോടിയപ്പോ ദൈവം ഒരു തലമുറയോട് പറയാ, എല്ലാവരും ഓടുമ്പോ നീ ഓടണ്ട, നീ അവിടെ തന്നെ നിൽക്ക, നീ അവിടെ തന്നെ നിൽക്ക. ചില ക്ഷാമങ്ങൾ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം തെളിയിക്കാനുള്ളതാ. ചില പ്രതിസന്ധി നിന്റെ മേൽ കിടക്കുന്ന അധികാരത്തെ തെളിയിക്കാനുള്ളതാ. എന്തോ എനിക്ക് ആത്മതലത്തിൽ ഞാൻ വിളിച്ചു പറയാ, നിങ്ങൾ ചോദിച്ചില്ലേ, നിങ്ങൾ ചോദിച്ചില്ലേ എവിടെയാ എന്റെ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം? നിങ്ങൾ ചോദിച്ചില്ലേ എവിടെയാ എന്റെ തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം?
എന്നിട്ട് ഞങ്ങൾ അടിമത്തിനകത്ത് കടക്കുകയല്ലയോ എന്ന് 400 വർഷമായി ചോദിക്കുന്ന ചോദ്യത്തിനിടയിൽ ഒരു മറുപടി പറയുന്നു. അതിന് നിങ്ങളുടെ ഇടയിൽ തന്നെ ഞാനൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ തന്നെ ഞാനൊരു പ്രവാചകൻ. Thank you, Holy. എത്ര പേരാമേ പറയും? ഇന്ന് നമ്മൾ ഈ അനുഗ്രഹം കൊണ്ടേ പോകാവൂ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട് നമ്മൾ ഇറങ്ങാവൂ. യാക്കോബ് പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വേറെ റേഞ്ചാണിത്. ഇന്നലത്തെ അനുഗ്രഹം കണ്ട് പാമേ കിട്ടിയവർ ഒരു ക്ഷാമം കണ്ട് ഓടിപ്പോയപ്പോ ദൈവം പറഞ്ഞു, മോനെ നീ അവിടെ തന്നെ നിൽക്കടാ. വിധ സമാധാനത്തോടായിരിക്കും അല്ലേ? എന്നിട്ട് ക്ഷാമം കണ്ട് പാഷേ എല്ലാവരും ഓടിപ്പോയപ്പോ തമ്പുരാൻ പറഞ്ഞു, നീ അവിടെ തന്നെ നിന്നു. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, മോനെ എടുക്കടാ വിത്ത്. കർത്താവേ, ക്ഷാമം, ഭൂമി വരണ്ട കിടക്കുക, ഭൂമിക്കകത്തൊന്നും നടക്കത്തില്ല. കർത്താവ് പറയും, മോനെ വിത്തെടുക്കടാ. ഭൂമി പറയും, നീ വിത്തൊന്ന് കൊണ്ടിട. ഞാൻ എന്റെ അനുഭവം ഭൂമി പറയും, ആ വിത്തൊന്ന് ഇട്ടതാ. ആ ദൂതൊന്ന് നോക്കിക്കേ. ഇസഹാക്ക് വിത്ത് കയ്യിലെടുക്കുമ്പോ, വിത്തുമായിട്ട് ഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോ ഒത്തിരി പേര് പറയും അവന് വട്ട എന്ന് പറയും. നിന്റെ ചില വട്ട ദൈവത്തിന്റെ പ്രവൃത്തിക്ക് കാരണമാകുന്ന. ആമേൻ. ഇസഹാക്ക് നേരെ ആ വിത്തുമായിട്ട് കയറി നേരെ വന്നു നിൽക്കുമ്പോ ഭൂമി പറയും, ഐ ആം റെഡി. ഹലോ, ഈ ഭൂമിയിലെ തരിപ്പ് കണ്ടിട്ട ഒരു തലമുറ ഇട്ടോടിയപ്പോ ആ ഭൂമി പറയാ, നീ ഇട, ഞാൻ വളർത്തിത്തരാ, റെഡിയാ. ഞാൻ എന്റെ ചില ശാപങ്ങൾ ഇന്നിവിടെ പൊട്ടുവാ. നിന്റെ വീട്ടിലെ അനുഗ്രഹങ്ങളെ തടയുന്ന, നിന്റെ വീട്ടിലെ തലമുറയുടെ ഭാവിയെ ശാപ പോലെ കിടക്കുന്ന ആ ശാപത്തിന്റെ കോട്ടകളാ യേശു കർത്താവ് ഇന്ന് പകലിവിടെ പൊളിക്കുക. ആ ശാപകളാ യേശുവിന്റെ നാമത്തിൽ ആ ശാപങ്ങൾ ഇതിനകത്തുനിന്ന് പോട്ടെ. കുടുംബത്തിനകത്ത് കിടക്കുന്ന വർഷങ്ങളെ പരിധിക്കകത്ത് ശാപം പോലെ ഫോളോ ചെയ്യുന്ന ആ ദുരാത്മ മണ്ഡലങ്ങള് യേശുവിന്റെ നാമത്തില് ഇപ്പോൾ അത് പോട്ടെ. Holy, 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 holy. പരിശുദ്ധാത്മാവി പറയാ, വിത്തുമായിട്ട് കയറി വന്ന് നിൽക്കുമ്പോ ഭൂമി പറയും, ഇസഹാക്ക് നീ ആ വിത്തൊന്ന് ഇട്ടേ. നാട്ടുകാര് പറയും, നിനക്ക് വട്ട. പക്ഷെ ഇസഹാക്കിനോട് ചോദിച്ച ഇസഹാക്ക് പറയും, ദൈവം പറഞ്ഞിട്ടാ ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങി നിൽക്കുന്നേ. എല്ലാവരും പേടിച്ചോടിപ്പോയപ്പോ ദൈവം പറഞ്ഞിട്ട് അവിടെ എന്നെ കയറ്റി നിർത്തി. ഇനി എന്നിട്ട് അവിടെ പറയുന്നൊരു പ്രത്യേകത കൊണ്ട് ഭൂമി അനുഭവം നൽകും. ആ വാക്യം ഒന്ന് പറയാമോ? അടുത്തത് ആകാശം. ഈ ദൂത് കളയരുത്. കളപ്പുരെ കടക്കുന്ന നിന്നെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുക. വിത്ത് നേരെ കൊണ്ടുവന്നോ ഭൂമിക്കകത്തേക്ക് ഇടുമ്പോ ഭൂമി പറയുന്നു, നീ മടിച്ചു നിൽക്കുന്ന എന്തിനാ? നീ വേറെ ആളെ നോക്കി നിൽക്കുന്ന എന്തിനാ? ഞാൻ നിനക്ക് അനുഭവം തരാൻ റെഡിയാ. നീ വിത്തിടുമ്പോ ആകാശം പറയുവാ, ഞാൻ മഞ്ഞ് പെയ്ക്കാൻ റെഡിയാ. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നീ പോലും അറിയാത്ത
സൂപ്പർ നാച്ചുറലുകള്, സൂപ്പർ നാച്ചുറലുകള്, അസാധാരണമായത് ദൈവം നിനക്ക് കൈമാറാൻ പോവുകയോ. ദൂതൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് നമ്മൾ ഈ അനുഗ്രഹം പ്രാപിച്ചിട്ടും ഇറങ്ങാത്തവരുടെ വിത്തിറങ്ങും. കിളിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇന്ന് കിളിർക്കും. ഫലം കായ്ക്കാത്ത കർത്താവിന്റെ അഭിഷേകൻ സാംബാസ് പറഞ്ഞ പോലെ ഒറ്റ രാത്രി കൊണ്ട് ഫലങ്ങൾ വരെ പുറത്തു വന്നെങ്കിൽ ഇന്നത്തോടുകൂടി പുറത്തു വരും ചിലര്. ദൂതാത്മതലം അങ്ങനെ തന്നെ തൊടുന്നേ. ഈ തീമിനകത്ത് തന്നെ ഭയങ്കര വിടുതൽ കിടക്കും. അതിനകത്ത് വരാം. ആ ദൂതനത് തെളിയിച്ച് നമുക്കങ്ങ് പ്രാർത്ഥിക്കാൻ കയറി. വിത്ത് ഇങ്ങനെ കളപ്പും ആമേൻ ഇസഹാക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഭൂമി എന്താ പറയുന്നത്? മോനെ ഇസഹാക്ക്, നീ അതിട്, ഞാൻ അനുഭവം തരാൻ റെഡിയാ. അവൻ ഇടാൻ നോക്കി നിൽക്കുവോ ആകാശം. ആകാശത്തിന് എന്ത് ചെയ്യും? മഞ്ഞ്. ഇനി ഒരു പ്രത്യേകത, ഇവന്റെ കണ്ടത്തിൽ മഞ്ഞ് പെയ്യും, പക്ഷെ അപ്പുറത്തെ വയല് തരിശമായിട്ട് കിടക്കും. നമ്മളിവിടെ വണ്ടി ഓടിച്ചു പോകുമ്പോ തിരുവല്ല മൊത്തം മഴ കാണും, ചങ്ങനാശ്ശേരി കയറുമ്പോ മഴ കാണത്തില്ലെന്ന് പറയുന്ന പോലെ ഇന്ന് ഇതിനകത്ത് ചിലരുടെ വയല് മഞ്ഞ് പെയ്യും. വിശ്വസിക്കുന്നവർ ആ ദൂതനെ പിടിച്ചോണം. കാണാൻ നിൽക്കുന്നവർ അവിടെ കാണാൻ ഇരിക്കട്ടെ. പക്ഷെ ഇന്ന് ഇതും കൊണ്ട് നീ പോകാവോ? ഈ മഞ്ഞ് നിനക്ക് പെയ്യാൻ, ഈ കളപ്പുരകൾ നിനക്ക് തുറക്കാൻ പോകുന്നു. ഓ ലാഭ 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 രാജ അന്തര ബൗഡല വക്ഷല ബൗഡല വേദവ ലക്ഷല ബൗഡലവ ഊടവരന്തര വേദവ ലക്ഷല ബൗഡ ഉടകൻ ജഗരം ധഗരം ധഗരം ധഗര ധഗര ചൂടാ രഗജഗ ദീപല ഗടവല ബൗക്ഷല ബൗഡ അന്തര ബൗഡല മനബല വേദവ രണ്ടല ബൗഡ ഉടകൻ ജഗനം ധേരം ഗടവല ബൗക്ഷല ബൗഡ ഉടകൻ ജഗര തീരവ ലക്ഷല ബൗഡല മനവ ആര ധഗര ധേര ഗടവ ശന്തര വേദ അന്തരവാരവ ലക്ഷല ബൗഡല മന്ദര വേദ ഉടകൻ ജഗനം ധിഗര ധഗന ൂടൻ ജഗനം ധീരം ധഗര ധേര ധൂരൻ ജഗനം ധേര ധേര. യെസ്, കൂടാ ദാന ദാന ദാന. പ്രാപിച്ചേ. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ആകട്ടെ. ഇത് നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു അസാധാരണ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പകലാകെ മാറുകയാ. കൂടവലന്തര ബൗഡല ഭക്ഷല ബൗഡല മന്ദ ഉടക ജഗരം ധീപല ഘടകന വേദ ഉടകൻ ജഗനം ധേര ദാന കൂടവലക്ഷല ബൗഡല മന്ദര വേദ കൂടവലന്തര വേദവലന്തര ബൗഡലവ അടകര ഘടകൻ ചൂടവര അടകര ഘടകന വേദവര അടകര ഘടവന ബൗഡലവ അടകര ഘടകന ബൗഡലവ അന്തര വേദേ ധീരഗജ അന്തര വേദേ ധീരാദ ധാര 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 കൂടവലക്ഷല ബൗഡലവ അടകര ഘടകന ഘടവലവ കൂടവലന്തര ബൗഡലവ അടരം ദഗന ജഗരഗത. ആത്മാവില് ആ ദൂതനെ സ്വീകരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്പനേരം ദൈവത്തെ മകത്ത് കൊടുക്ക, അല്പനേരം ദൈവത്തെ കൊടുക്ക. കൂടവലന്തര ബൗഡലവ കൂട്ടം ജഗരം ധീരവല അടകം ദഗരം തകരഗജ അന്തര വേദേ റീവലവ ഐടത്തകരം ധീരവല. നിന്റെ പരിധികളല്ല ഈ പകല് പൊട്ടി മാറുന്ന ആ 9ാമത്തെ മാസത്തില് ആ അനുഗ്രഹങ്ങൾ നിത്യവേല ഈ പകല് തുറന്നവരാ. കൂടവലന്തര ബൗഡലവ അടകര ബലബല ബൗക്ഷലവ അന്തര വേദവ ലക്ഷലവ കൂടവലന്തര വേദവല അടകൻ ജഗനം ധീബലവ ഉടകൻ ദഗനം ധീരാദ ഭാരവ ലക്ഷല ബൗഡലവ കൂടവലക്ഷല ബൗഡലവക്ഷല ബൗഡലവ കൂടം ബലബല ധീബലവ ധീരൻ ജഗന ധീരഗത കൂടവലക്ഷല ബൗഡലവേ അന്തര ബൗക്ഷല ബൗഡലവ കൂടവലന്തര ബൗഡലവ ധീരഗലക്ഷല ബൗഡലവ കൂടൻ ജഗനം ധീരവല കൂടവലക്ഷേ ധീരവല കൂടാരഗത ധീരാദ
ധീരഗജത്തെ ധീബലവ അന്തരമൗക്ഷല ബൗഡലവ ദൂരബലന്തര മൗക്ഷലവ ധീരഞ്ജഗനം ധീബലവ ഊടവരാര ധീബലവേ ഊരവരക്ഷല ബൗഡലവ അന്തരവേദം ധീബലവ ഊടഞ്ജഗന ധീരവര ഐഡല ഘടകര മൗക്ഷലവ അന്തരവേരെ ധീബലവ Shanghala riba baba vaidamana riba baba udamana rigalaba shanghalaba rigalaba riga baba vaidamana shanghalaba rigalaba riba baba vaidamama shanghalaba riga baba raika khala shangalabe le riga baba Shantaraba, Vaidamana, Rigalaba, Shantaraba, Rakatala, Sararabe, Ribababa, Ribababa, Rigalaba, Rigalaba, Shantaraba, Rigalaba, Kala, Audavedo, Shantaraba, Uda baba baba shandala baba baba rival kauda barabale andale vaidala andale dole andara ardachara kirana ardale ardekyo gavine me atti babuga ardele dolidana ardele dole baba ardele dole vidana ardele dole shandala ardele kauda barabale ardele vaidala ardele dole ardele dole ardele dole shala ardele raja vaidala ardachara vidana ardachara shandala ardachara udamana ardele dole ardele shandala ardele raja ilwala pattanathinagatha ദൂതന്മാർ ഈ പകൽ എവിടെ നിൽക്കുന്നു നിന്റെ നാവിന്റെ മേൽ അഗ്നിനാവുകളായി നിന്റെ നാവിനെ ഈ പകൽ ൂടവരക്ഷര ഭൂടലവന്തര ഭേദവരക്ഷര ഭേദാന ൂടവരന്തര ഭേദവരക്ഷര ഭേദാന ൂടവരന്തര ഭേദവരക്ഷേ ദീപലവ ൂടം ജഗനം ധീരവരന്തര ഭൗഡലവ ൂടവരക്ഷര ഭൗഡലവേരവരന്തരവ ൂടവരന്തര ഭേദവര ൂടം ജഗനം ധീരവന ഐടം ജഗനം ധീരവന അടകത്തകരം ഭേദവരക്ഷം ഭൗഡലവ ൂടവരന്തര ഭേദവര ൂടവരം ദേ ദീപലവ ൂടവരേ ദേ ദീപലവ ചില മുഖങ്ങൾ തകരുക ഇതിനകത്ത് ശപിക്കപ്പെട്ടത് പറഞ്ഞവര് നിന്റെ ഭാവിയെ ചോദ്യം ചെയ്തെടുത്ത് ഇന്ന് പകൽ ആ മുഖങ്ങളൊക്കെ പിശാച് കെട്ടിവെച്ച ആധികാര ശക്തികളൊക്കെ ഇപ്പോ തകരുകയാണ്. അത് തകരുകയാണ്. ഉടവലന്തര ബൗഡലവ ഉടവൻ ജഗലം ധീരവല ഉടവൻ ജഗല ധീവലവ ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഹോളിനകത്ത് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചിലരെ ദൈവത്തിന്റെ അഭിഷേകം ചിലരുടെ സ്വർഗം തൊട്ടോണ്ടിരിക്കുക. സമടെ ഒരു ആത്മശക്തിയാ ഇപ്പൊ സ്വീകരിക്കാം. ഉടവം കടവല ബൗഡലവ അന്തരവേദവ ലക്ഷണവ ൂടം ജഗനം തേരവലം ഹത്തരവ ൂടം ജഗനം ധീരവല ൂടം ജഗന തേരാല ഐതം ബലവ ക്ഷന്തരവേ ൂടവരക്ഷര ബൗഡലവ അടകൻ ജഗനം ധീരവല അന്തരവേദേ ധീവലവ അടകൻ ജഗന ധീരവല ൂടം ബലവ ക്ഷന്തരവ ൂടക്കടവല ബൗഡലവ അന്തരവേദേ ധീവലവ ൂടം ജഗനക ധേരഗത അന്തരവേദവ ലക്ഷണവ ൂടം ജഗനം ധീരവല അടക ജഗന ധീരാത ധാരാ 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 അഴിയട്ടെ
അഴിയട്ടെ. അന്ധകാര ശക്തികള് നിന്റെ ഭാവിയെ അടച്ചത്, നിന്റെ കുടുംബത്തെ ബന്ധിച്ചത്, നിന്റെ ലൈഫിനെ ബന്ധിച്ചതല്ല, യേശുവിന്റെ നാമത്തില് ഇപ്പോൾ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഓ, ഇന്നലകളില് നിന്നെ കളപ്പുകൾ ഒതുക്കിയ വിഷയങ്ങള്, നിന്റെ വളർച്ചയെ ഒതുക്കിയ, നിന്റെ ഭാവിയെ ഒതുക്കിയ ആ ദുഷ്ടശക്തികളല്ല ഈ പകലല് സ്വർഗം അഴിക്കുക, ഈ സ്വർഗം അത് മാറ്റുകയാ. അഭിഷേകം പ്രാപിക്കാത്തവര് ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവര് ഇപ്പോൾ പുതിയ ഭാഷകള്, പുതിയ ഭാഷകള്, പുതിയ ഭാഷകള് ഇപ്പോൾ പ്രാപിക്കട്ടെ. നിന്റെ ശാപങ്ങൾ പൊട്ടുകയാ, നിന്റെ ശാപങ്ങൾ പൊളിയുക. നീ അനുഗ്രഹിക്കപ്പെടുന്ന സീസൺ, നീ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാ. ഇത് നിന്റെ സമയമാ, നീ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാ. ഓ കമാ, നിന്റെ സീസൺ തുടങ്ങുകയാ, നിന്റെ സീസൺ തുടങ്ങുകയാ. ഓ പുതിയ അഭിഷേകത്തിന്റെ പുതപ്പ്, പുതിയ അഭിഷേകത്തിന്റെ പുതപ്പ്,
പുതിയ അധികാരത്തിന്റെ പുതപ്പ് ഇപ്പോൾ നിന്റെ മേൽ തൊടുകയാ. നിന്റെ മേൽ കർത്താവ് ഇടുകയാ. പുതിയ കൃപാവരങ്ങൾ, പുതിയ കൃപാവരങ്ങൾ, പുതിയ കൃപാവരങ്ങൾ, പുതിയ കൃപാവരങ്ങൾ, പുതിയ കൃപാവരങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. പ്രാപിച്ചേ, 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 പ്രാപിച്ചേ. ഇതൊരു പുതിയ അഭിഷേകമാ. ഇതൊരു അപ്ഡേഷൻ സംഭവിക്കുക. നിന്റെ അഭിഷേകത്തിന് അന്യഭാഷയ്ക്ക്, അന്യഭാഷയ്ക്ക് പുതിയൊരു ഭാഷ വരം, ഒരു പുതിയ ഭാഷ വരം നിന്റെ നാവിൽ തൊടുകയാണ്. വർഷങ്ങളായി കൊതിച്ചിട്ട്, പ്രാർത്ഥിക്കണമെന്ന് കൊതിച്ചിട്ട്, ആരാധിക്കണമെന്ന് കൊതിച്ചിട്ട് നാവിനെ കെട്ടിവെച്ച കെട്ട് ഇപ്പോൾ ഇവിടെ പൊട്ടുകയാ. അഭിഷേകത്തിൽ സംസാരിക്കുന്ന ഒരു പുത്രശക്തി, ഒരു പുത്രശക്തി നാവിന്റെ മേൽ സ്പർശിക്കുന്നു, നാവിനെ തൊടുന്നു. Yes, 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 yes. നീ വളരുന്ന സീസൺ, നീ ഫലം കായ്ക്കുന്ന സീസൺ, നീ അനുഗ്രഹിക്കപ്പെടുന്ന സീസൺ, നീ സൗഖ്യമാകുന്ന സീസൺ, നീ രക്ഷപ്പെടുന്ന സീസൺ, നീ വളർച്ച പ്രാപിക്കുന്ന സീസൺ, നീ അമൃതത്തെ പ്രാപിക്കുന്ന സീസൺ. Oh Jesus, നിന്റെ മിനിസ്ട്രിക്കകത്ത്, നിന്റെ ജീവിത ശൈലിക്കകത്ത് ഈ പകൽ കർത്താവ് ആ സീസണെ തുറക്കാൻ പോകുകയാ. ആ സീസണെ പുതിയ അഭിഷേകം തുറക്കുക, പുതിയ കൃപാവരങ്ങൾ കാണുക. അഭിഷേകത്തിന്റെ അപ്ഡേഷൻ, പുതിയ ഭാഷയുടെ വരങ്ങൾ, പുതിയ ഭാഷയുടെ അധികാരം. നാവുകളെ ദൈവം തൊടുകയാ, നാവുകളെ ദൈവം പകരുകയാ. പുതിയത് 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 പുതിയത്. ഈ സമയത്ത് ചില രോഗികൾ
അസ്ഥിയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യം നടക്കാം. അടബല ബൗഡല ബന്ധര ഭേദവ ലക്ഷലവ ഊടബലം ധര ഭേദവ ലക്ഷല ബൗഡലവ അടകര ദൈവല കടബല ബൗഡല ബന്ധരവ അടബല ബലബല ബൗഡല ബലവ ശബ്ദരവ അടകൻ ജഗനം ദേവല ബൗഡല വക്ഷലവ അന്തരവേദ ദീപലവാര ദീപലവാവ. ആത്മപകർച്ചയാ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയോ ഒരു സ്പിരിച്വൽ തലം നിങ്ങളുടെ മേൽ തുറന്നുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, കൊതിക്കുന്നവരുടെ മേല് ആ സ്പിരിച്വൽ ഐ ഓപ്പൺ ആകുന്നു. കൊതിക്കുന്നവരുടെ മേല് ആ സ്പിരിച്വൽ സാന്നിധ്യം ഇപ്പോൾ സ്പർശിക്കപ്പെടുകയാ യേശുവിൻ നാമത്തിൽ. നിന്റെ കൃപാവരങ്ങൾ പുറത്തു വരട്ടെ. നിന്റെ ഉള്ളിലകത്തിരിക്കുന്ന അഭിഷേകം പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഓ, പൗലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ കൃപാവരങ്ങളെ നിങ്ങൾ ജ്വലിപ്പിക്കാൻ തുടങ്ങുക. ഇന്ന് പകലില് നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം ഈ പകല് പുറത്തു വരട്ടെ. നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം. താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി. നിന്നെ കൊണ്ട് ദൈവം അസാധാരണ ദൗത്യം ഈ പ്ലാറ്റ്ഫോം വിട്ട് നിശ്ചയിപ്പിക്കാൻ പോകുകയോ. നിന്റെ വീട്ടിനകത്ത്, നിന്റെ ഗ്രാമത്തിനകത്ത്, നിന്റെ വില്ലേജിനകത്ത് ഒരു അസാധാരണ അഭിഷേകം ഇതിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയോ. ഓ, പ്രാപിച്ചേ, 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 പ്രാപിച്ചേ. നിങ്ങളുടെ പ്രത്യേകതകൾ, നിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകതകൾ ദേശം തിരിച്ചറിയത്തക്കവല്ല ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുകയാ. നിങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകങ്ങൾ ജ്വലിക്കട്ടെ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ ദൂതിനകത്ത് എനിക്കൊരു കാര്യം പറയാം. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ നാളുകളായി ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് രണ്ട് അന്യഭാഷ പറയുന്നതല്ല, ആത്മാവിൽ ഒന്ന് നന്നായി ആരാധിച്ച് പ്രാർത്ഥിക്കണമെന്ന് കൊതി ഉണ്ടായിട്ട് നടക്കാറില്ല. പക്ഷെ ആ നാവിന്റെ കെട്ട് ദൈവം ഇവിടെ പൊട്ടിച്ചിരിക്കുന്നു. പലരുടെ സ്പിരിച്വൽ വേഗത ദൈവം ഭയങ്കരമായിട്ട് തുറക്കുന്നു. ഇന്നു മുതൽ നീ പ്രത്യേക ആത്മാവിലെ പുതിയ മർമ്മങ്ങൾ, നിങ്ങൾ പലരും പുതിയ ഭാഷകള് ഇപ്പോ സംസാരിച്ചു കഴിഞ്ഞു. യെസ്, പലരുടെ മേ കർത്താവ് അത് പകർന്നു കഴിഞ്ഞു. അടുത്തൊരു ദൂതുകൂടെ ഞാൻ പറയട്ടെ. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങളെ നിങ്ങൾ ജ്വലിപ്പിക്കണം. നിങ്ങളെ പൗലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ കൃപാവരങ്ങളെ നിങ്ങൾ ജ്വലിപ്പിപ്പേ. അയ്യോ പാസ്റ്റർ എനിക്ക് അഭിഷേകമില്ല, അയ്യോ പാസ്റ്റർ എനിക്ക് കൃപയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല. ദൈവം നിന്നെ കണ്ടതാണോ? നിന്റെ അകത്തൊരു അഭിഷേകമുണ്ട്, നിന്റെ അകത്തൊരു കൃപ കിടപ്പുണ്ട്. അതിനകത്ത് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരോ. ഇനി നിങ്ങൾക്കൊണ്ടത് പ്രാർത്ഥിക്കാൻ പോവുക. പക്ഷെ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങളെ തിരിച്ചറിയണം. ഒരു
ഉദാഹരണം ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. ഇത് 1 ലിറ്റർ പാലാണെന്ന് കരുത്. ഇത് 1 ലിറ്റർ പാലാണ്. ഈ 1 ലിറ്റർ പാല് തിരുവല്ലയിൽ എനിക്ക് തോന്നുന്നു 50-60 രൂപയായിരിക്കും. 60 രൂപയ്ക്ക് വാങ്ങിക്കുന്നു. ഈ 1 ലിറ്റർ പാല് കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനൊരു പ്രോസസ്സിലൂടെ വിടുമ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു തൈര് കിട്ടും, അല്ലേ? എന്നെ ശ്രദ്ധിക്കണേ. ഈ തൈര് അതിനൊരു പ്രോസസ്സിലൂടെ കയറ്റിവിടുമ്പോൾ അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? നല്ല വെണ്ണ കിട്ടും. പക്ഷെ ഈ വെണ്ണ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുമ്പോൾ അതിനകത്തോടെ നല്ല വാല്യുവുള്ള നെയ് പുറത്ത് കിട്ടും. ഇത് 3 നടന്ന് 1 ലിറ്റർ പാലിനകത്തുനിന്നാണ്. പാലിന്റെ വാലിഡിറ്റി 2 ദിവസം, തൈരിന്റെ വാലിഡിറ്റി കൂടിപ്പോയി 2-3 ദിവസം, വെണ്ണയുടെ വാലിഡിറ്റി 2 ആഴ്ച പിടിച്ചു. പക്ഷെ തീച്ചൂളയിൽ കൂടെ പുറത്തു വന്ന നെയ്യുടെ വാലിഡിറ്റി വർഷങ്ങളാണ്. ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് നീ പറഞ്ഞു നിൽക്കുമ്പോൾ, നിന്റെ അകത്ത് കൃപയില്ലെന്ന് നീ പറഞ്ഞു നിൽക്കുമ്പോൾ, നിന്റെ അകത്തുള്ള ഒരു അഭിഷേകം ഉണ്ട്. നീ അതിനെ പുറത്തു കൊണ്ടുവരാൻ റെഡിയാണോ? ചില പ്രശ്നങ്ങൾ നിന്റെ ലൈഫിൽ വരുന്നത് നീ തകരാനല്ല കുഞ്ഞെ, അത് നിന്റെ പ്രോസസ്സാ. അടുത്ത ലെവലിലേക്ക് കയറിപ്പോന്ന ഒരു പ്രോസസ്സാണ്. എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു ആത്മനിയോഗം ഇതിനകത്ത്. ഒരു ഉദാഹരണം പറ, നീ എവിടെ നിൽക്കുന്നോ അവിടെയാ ഇതിന്റെ വിലയുള്ളത്. പക്ഷെ നമ്മളിത് ഈ 1 കുപ്പി ബിസ്ലറി വാട്ടർ ചില റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഇതിനെത്ര രൂപ? 15 രൂപ, അല്ലേ? ഇതിനെത്ര? 15 രൂപ. എന്നാൽ ഇതേ ബിസ്ലറി ബോട്ടില്, ഈ ക്ലാസിക് എന്ന് പറയുന്ന ഇതേ ബിസ്ലറി ബോട്ടില്, ഒരു ചേഞ്ച് ഇല്ലാത്ത ഈ ബോട്ടില് ഒരു ഷോപ്പിൽ ചെന്ന് വാങ്ങുമ്പോൾ ഇതിനെത്ര കൊടുക്കും? 20 രൂപ കൊടുക്കണം. സ്വത്രം. ഇതേ ബോട്ടില് നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് ഇതേ പേരുള്ള ക്യാപ്പ് പൊട്ടിക്കാത്ത ഇതേ കമ്പനിയുടെ വാട്ടർ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഇതിന് 50 രൂപ കൊടുക്കണം. ഇതേ ബോട്ടിൽ എയർപോർട്ടിൽ ചെന്ന് വാങ്ങിയാൽ 100 രൂപ കൊടുക്കണം. വെള്ളം മാറിയില്ല, കമ്പനി മാറിയില്ല, പക്ഷെ ബോട്ടിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുക. നീ ഏത് അഭിഷേകത്തിന്റെ കൂടെ നിൽക്കുന്നോ ആ അഭിഷേകത്തിന്റെ വേല. നീ ഒരു അഭിഷേകത്തിന്റെ കൂടെ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ പൊസിഷന്റെ വില മാറും. ഓ, ഇന്ന് പകൽ എത്ര പേർ അത് സ്വീകരിക്കുന്നുണ്ട്? ഇന്ന് ഈ മീറ്റിംഗിനകത്ത് നീ അറ്റൻഡ് ചെയ്യുമ്പോ, ഈ ആരാധനക്കകത്ത് നീ നിൽക്കുമ്പോ, നിന്റെ അകത്ത് ചില പൊസിഷനുകള് എന്റെ ദൈവം ചേഞ്ച് ആക്കി വിലയില്ലാത്തവരുടെ മുന്നിൽ ദൈവം എന്നെ വിലയുള്ളതാക്കുക. എവിടെ നിൽക്കണമെന്ന് ഇനി നീയാ തീരുമാനിക്കണ്ടേ? പിടികിട്ടുന്നുണ്ടോ? ഫുട്പാത്തിൽ നിൽക്കണോ അതോ നീ സ്റ്റാൻഡേർഡ് പൊസിഷനിൽ കയറണം? വാദിക്കുന്നതും പ്രതിവാദിക്കുന്നവന്റെ കൂടെ നിൽക്കണോ അതോ അഭിഷേകമുള്ളവന്റെ കൂടെ കയറി നിൽക്ക്? നീ അഭിഷേകമുള്ള സഭയ്ക്കകത്ത് കയറി നിൽക്ക്. ദൈവനിയോഗത്തിന്റെ സഭ കയറി നിൽക്ക്. എല്ലാവരെ പോലെ അല്ല എന്ന് നിന്നെ ദൈവം തെളിയിക്കുന്ന സീസണുകളാണ് ഇന്ന് ദൈവം ഇവിടെ തുറക്കുന്നത്. നിങ്ങൾ ഫലം കായ്ക്കാൻ പോകുന്നു. കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ മുതലല്ല, ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരാഗ്രഹം. ഞങ്ങളുടെ ദൈവദാസന്മാരെല്ലാം മുമ്പോട്ട് നിന്ന് കയറി നിൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുള്ളവർ എനിക്കൊന്ന് ലൈനാട്ട് ഞങ്ങൾ ദൈവദാസന്മാർ നിങ്ങളെ ഒന്ന് തലേ കൈവച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. തിക്കിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ പ്രാർത്ഥിച്ചു മാറണം. ഞാൻ ഇതൊക്കെ ഒരു നിയോഗത്തിന്റെ പുറത്താ ചെയ്യുന്നേ. ചുമ്മാതെ ഒരു ലൈനിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചു ഒന്നി ആ ലൈനിൽ കൂടെ മാറണം.
ചുമ്മാതെ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയല്ല, ഇന്നത്തോടുകൂടി നിങ്ങളുടെ ലൈഫിന്റെ പരിധി പൊട്ടും. സ്തോത്രം പറയുന്നത് എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്നത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും. ആത്മനിറവിനകത്ത് വിശ്വാസമുള്ളവർ ഇന്ന് പകൽക്കാലം എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്. പക്ഷേ ഈ ചർച്ചിനോടുള്ള ദൂത ഞാൻ ഈ പറയുന്നത്, ഈ സഭയുടെ സാഹചര്യങ്ങൾ ദൈവം മാറ്റാൻ പോവാ. എവിടേക്കോ എഴുതി തള്ളിയ കല്ല് ദൈവം മൂലക്കല്ലാക്കി മാറ്റുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു തിരിവും, നഷ്ടപ്പെട്ടുപോയ വർഷവും നഷ്ടപ്പെട്ടുപോയ കാലഘട്ടവും മടങ്ങി വരുന്നത് പോലെ ദൈവ അഭിഷേകത്തിന് ചിലത് മടക്കി തരാൻ പോകുന്നെന്ന് എന്തോ എന്നോട് ഇങ്ങനെ ഒരു പ്രവചന ദൂതനെ കാണിക്കുന്നത് ഞാൻ കാണുന്നത്. ഇങ്ങനെ ഒരു വെളിപ്പാടാണ് കാണുന്നത്. ഒരു തലത്തില് ഒരു കൂട്ടം നല്ല കല്ലുകൾ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ആ തലം താഴോട്ട് വന്ന് വീഴുമ്പോൾ ആ കല്ലുകൾ ഇങ്ങനെ ചിന്നി ചെതറിപ്പോയി. പക്ഷേ ആ കല്ലുകളോട് ചേർന്ന് കോണോട് കോണ് വിരലിലെണ്ണുന്ന കല്ലുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ വേറെ കല്ലുകളൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവം എനിക്ക് ഇപ്പോൾ ഒരു വെളിപ്പാട് കാണിക്കുന്നത്, ആ കലം മാറിയെടുത്ത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായി 4 സൈഡിൽ നിന്നായി വാല്യമുൾ ഉള്ള ചിലത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു വെളിപ്പാട് എനിക്ക് ദൈവം തരുന്നു. ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരമോ അതിനെ ജയിക്കുകയില്ല. ഇന്ന് ദൈവം എന്നോട് പറയുന്നു, ഈ സഭയെ ദൈവം പണിയാൻ പോവുക. സീസൺ മാറി ദിവസ സീസണായി മാറുന്ന കൊയ്ത്തിന്റെ കാലഘട്ടങ്ങള്, ഉണർവിന്റെ കാലഘട്ടങ്ങള് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. കർത്താവിനോട് ഇങ്ങനെ ഇടപെടുന്നു. കോട്ടയം ചങ്ങനാശ്ശേരിക്ക് ഇടയിൽ വെച്ച് ദൈവം അടുത്ത ഒരു സബ്ജക്ഷനെ ദൈവം തുറക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഒരു ദൂതനോട് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത ചില മേഖലകള് ഇന്നത്തോടെ ദൈവം തുറക്കുമ്പോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഫിനാൻസിനെ അപകരിച്ച ശക്തികളെ ഇന്നിവിടെ ദൈവം വെട്ടുകയാ. പ്രാർത്ഥിച്ചേ ഭയങ്കര ആത്മതല തുറക്കുകയോ. യേശുവിന്റെ നാമത്തെ സംഭവിക്കട്ടെ. വിശ്വസിച്ച് നിന്റെ പൊസിഷനുകൾ മാറുക. ഇന്നു മുതൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ആത്മാവി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷക്തന്മാർ പ്ലീസ്.